ബൈറ്റു രോഗം ബാധിക്കുന്ന കാർഷിക വിള ആണ് നെല്ല്. നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗം ആണ് ബൈറ്റു രോഗം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. മുംബൈയിൽ ആണ് RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 19. ജൂൺ 19 ആണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആണ് 1950. 1950 മാർച്ച് 15 ആണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിനെ ആണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഹരിലാൽ ജെ കനിയ. HJ കനിയ അഥവാ ഹരിലാൽ ജെ കനിയ ആണ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നാറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നതെവിടെ? UP. ഉത്തർപ്രദേശിൽ ആണ് നാറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ കായിക വിനോദം ആണ് റഗ്ബി. റഗ്ബി ആണ് ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ കായിക വിനോദം. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആണ് 1919. 1919 മുതൽ 1924 വരെ ആണ് ഖിലാഫത്ത് പ്രസ്ഥാനം പ്രവർത്തനം കൊണ്ടത്. ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത് ആര്? കേശബ് ചന്ദ്ര സെൻ. കേശബ് ചന്ദ്ര സെൻ ആണ് ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത്. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആണ് വൈകുണ്ഠ സ്വാമി. വൈകുണ്ഠ സ്വാമി ആണ് സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആണ് MG റാനഡെ. MG റാനഡെ ആണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു. പിങ്ക് രോഗം ബാധിക്കുന്ന കാർഷിക വിള ആണ് റബ്ബർ. റബ്ബറിനെ ബാധിക്കുന്ന രോഗം ആണ് പിങ്ക് രോഗം. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ആണ് 10 വയസ്സ്. 10 വയസ്സ് ആണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. പല്ലിൻ്റെ ഇനാമലിന് ആവശ്യമായ മൂലകം ആണ് ഫ്ലൂറിൻ. പല്ലിൻ്റെ ഇനാമലിന് ആവശ്യമായ മൂലകം ആണ് ഫ്ലൂറിൻ. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ആണ് കാസർഗോഡ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ആണ് കാസർഗോഡ്. ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ട വർഷം ആണ് 1907. 1907 ആണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യ ചരിത്ര സിനിമ ആണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ആണ് കേരളത്തിലെ ആദ്യ ചരിത്ര സിനിമ. സിംഹളസിംഹം എന്ന് അറിയപ്പെടുന്നതാരെ? C. കേശവൻ. C. കേശവനെ ആണ് സിംഹളസിംഹം എന്ന് അറിയപ്പെടുന്നത്. സിംല കരാർ ഒപ്പുവെച്ച വർഷം ആണ് 1972. 1972 ആണ് സിംല കരാർ ഒപ്പുവെച്ചത്. നദികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതെങ്ങനെ? പോട്ടമോളജി. പോട്ടമോളജി എന്നാണ് നദികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി ആണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി ആണ് കോട്ടയം. ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ? വെള്ളായണി കായൽ. തിരുവനന്തപുരം ജില്ലയിലുള്ള വെള്ളായണി കായലിൽ ആണ് ഇന്ദിരാഗാന്ധി വള്ളം കളി നടക്കുന്നത്.
ഖരാവസ്ഥയിലുള്ള ആസിഡ് ആണ് ബോറിക് ആസിഡ്. ഖരാവസ്ഥയിലുള്ള ആസിഡ് ആണ് ബോറിക് ആസിഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണ മില്ലുകൾ ഉള്ള സംസ്ഥാനം ആണ് ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണ മില്ലുകൾ ഉള്ള സംസ്ഥാനം ആണ് ബംഗാൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. മംഗൾയാൻ വിക്ഷേപിച്ചത് എന്ന്? 2013 നവംബർ 5. 2013 നവംബർ 5 ആണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. ഇന്ത്യയിലെ ഏത് ഭാഷയിലാണ് ബൈബിൾ ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ടത്? തമിഴ്. ഇന്ത്യയിലെ ഏത് ഭാഷയിലാണ് ബൈബിൾ ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ടത്? തമിഴ്. 2018 നടന്ന 21ാമത് കോമൺവെൽത്ത് ഗെയിംസ് നടന്നതെവിടെ? ഗോൾഡ് കോസ്റ്റ്. ആസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ ആണ് 2018 നടന്ന 21ാമത് കോമൺവെൽത്ത് നടന്നത്. തത്വപ്രകാശിക എന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആണ് തത്വപ്രകാശിക എന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചത്. BSNL രാജ്യത്ത് ആദ്യമായി 4G പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഉടുമ്പൻചോല. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിൽ ആണ് BSNL രാജ്യത്ത് ആദ്യമായി 4G സേവനം ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? KS ചിത്ര. KS ചിത്ര ആണ് സംസ്ഥാന സർക്കാരിന്റെ ബാലനിധി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതെങ്ങനെ? നെഫോളജി. നെഫോളജി എന്നാണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി ആരായിരുന്നു? രാജ്കുമാരി അമൃത് കൗർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി ആയിരുന്നു രാജ്കുമാരി അമൃത് കൗർ. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത്. ലോക മിതവ്യയ ദിനം എന്ന്? ഒക്ടോബർ 30. ഒക്ടോബർ 30 ആണ് ലോക മിതവ്യയ ദിനമായി ആചരിക്കുന്നത്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന പദാർത്ഥം ആണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന പദാർത്ഥം ആണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. കൊല്ലം നഗരം സ്ഥാപിച്ചതാര്? മർസാപ്പിർ ഈസോ. മർസാപ്പിർ ഈസോ ആണ് കൊല്ലം നഗരം സ്ഥാപിച്ചത്. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം ആണ് 1930. 1930 ആണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു. ചലപതി റാവുവിനെ ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആദ്യ ഒളിമ്പിക്സ് ഹോക്കി ജേതാക്കളായ രാജ്യം ആണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ആണ് ആദ്യ ഒളിമ്പിക്സ് ഹോക്കി ജേതാക്കളായ രാജ്യം. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആണ് 1962. 1962 ആണ് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നീതിച്ചങ്ങല നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ആണ് ജഹാംഗീർ. ജഹാംഗീർ ആണ് നീതിച്ചങ്ങല നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി. എൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന കൃതി ആരുടേതാണ്? വർഗീസ് കുര്യൻ.
വർഗീസ് കുര്യന്റെ കൃതി ആണ് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ആണ് പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ട ആണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതെങ്ങനെ? പാലിയന്റോളജി. പാലിയന്റോളജി എന്നാണ് ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആര്? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത്. അന്താരാഷ്ട്ര ചക്ക മഹോത്സവം 2018 നടന്നതെവിടെ? അമ്പലവയൽ. വയനാട്ടിലെ അമ്പലവയലിൽ ആണ് അന്താരാഷ്ട്ര ചക്ക മഹോത്സവം 2018 നടന്നത്. 2018 മലബാർ റിവർ ഫെസ്റ്റിവലിന് വേദിയായത് തുഷാരഗിരി. കോഴിക്കോട് ജില്ലയിൽ ഉള്ള തുഷാരഗിരി ആണ് 2018 മലബാർ റിവർ ഫെസ്റ്റിവലിന് വേദിയായത്. മീശ എന്ന വിവാദ നോവലിന്റെ രചയിതാവ് ആണ് എസ്. ഹരീഷ്. മീശ എന്ന വിവാദ നോവലിന്റെ രചയിതാവ് ആണ് എസ്. ഹരീഷ്. കേരളം നോക്കുകൂലി വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2018 മെയ് 1. 2018 മെയ് 1 ആണ് കേരളം നോക്കുകൂലി വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്.